അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പക്ഷേ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസം, ഒരു വീഡിയോ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ ഒത്തിരി സ്ഥലത്ത് പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് കാറിൽ ഒരു സ്ഥലത്തേക്ക്, ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് ആദ്യമായിട്ട് ഒറ്റയ്ക്ക് തനിച്ച് യാത്ര ചെയ്യാൻ പോകുന്നത്. അത് സ്വന്തമായി ഡ്രൈവ് ചെയ്ത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ പോകാൻ പോകുന്ന സ്ഥലം സ്റ്റോൺഹെഞ്ച് ആണ്. സ്റ്റോൺഹെഞ്ച് നമ്മുടെ 8 വണ്ടേഴ്സിലൊന്നൊക്കെ ആയിരുന്നു, ഇപ്പം അല്ല. പിന്നെ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ ഡെസ്ക്ടോപ്പിന്റെ വാൾപേപ്പറിലൊക്കെ നമ്മൾ പണ്ട് എപ്പോഴും ഇട്ടുകൊണ്ടിരുന്ന ഒരു ഫോട്ടോയാണ്. പക്ഷെ എക്സൈറ്റഡ്. ഈ മാപ്പ് സെറ്റ് ചെയ്യണം. അപ്പം നമ്മളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പോവാം. നോക്കൂ ഗായ്സ്, ഞാൻ പോകുന്ന സ്ഥലം ഞാൻ പെട്ടെന്ന് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആരും ഇല്ലാത്ത, ഫ്രണ്ടിലും ബാക്കിലും ഇല്ലാത്ത സമയത്ത് ഞാൻ എടുത്താട്ടോ. ഓക്കെ ബൈ. ഞാൻ ഇപ്പം ഇതൊരു സൈഡിലൊരു റെസിഡൻഷ്യൽ പാർക്കിംഗ് കൊണ്ട് ഇട്ടേക്കുവാണ്. ഒരിടത്ത് പാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് കുറച്ച് അങ്ങ് നടക്കാനുണ്ട്. അപ്പം നമുക്ക് അങ്ങ് ദൂരെയുള്ള സ്റ്റോൺഹെഞ്ച് കാണാം. ഞാൻ ആക്ച്വലി ടിക്കറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ ഇതാ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അധികം ആൾക്കാരുമില്ല. നമ്മുടെ ട്രിക്ക്. കുറച്ച് ആടുകൾ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുക, ഈ ഒരു പച്ച ഒരു വഴി കൂടെ പോകുന്ന ആൾക്കാരെല്ലാം ടിക്കറ്റ് എടുത്ത് പൈസ കൊടുത്ത് പോകുന്നവരാണ്. പക്ഷെ നമ്മൾ ഈ ഒരു വേലിക്ക് ഇപ്പുറത്ത് നമ്മൾ പബ്ലിക് പാത്താണ്. അതുവഴി അവിടെ നിന്ന് കാണാനാണെങ്കിൽ നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. പക്ഷെ വലിയ വ്യത്യാസമൊന്നുമില്ല. സോളിത്തിക് പോസ്റ്റ് ഹോൾ ഇതിവിടെ ഇങ്ങനെ ഉണ്ട്. ഇവിടെ അങ്ങനെ ഉണ്ട്, കുറച്ച് 1-2 ഉണ്ട്. എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ഇപ്പം ഒരു കല്ല് നിങ്ങൾ കണ്ടില്ലേ, അത്രയ്ക്കും ഭയങ്കര വലുപ്പമാണ്. അതായത് ഇപ്പോൾ ഒരു 2-3 മനുഷ്യൻ്റെ അത്രയും പൊക്കമുണ്ട്. ഒരു 25 ടണ്ണോളം ഭാരമുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇത് വെയിൽസിൽ നിന്ന് കൊണ്ടുവന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ അന്നത്തെ കാലത്ത് ഇത് കൊണ്ടുവന്നു? അതായത് ഇത് ഒരു 1500-3000 BC-ക്കുള്ളിൽ ഇവിടെ വന്നൊരു സ്ട്രക്ചറാണ്. അപ്പോൾ അത് അന്നത്തെ കാലത്ത് എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്തു എന്ന് ഇപ്പോഴും അജ്ഞാതമായി കിടക്കുന്ന കാര്യമാണ്. കുറച്ച് പേര് പറഞ്ഞു അന്നത്തെ ഗ്ലേസിയേഴ്സ് ഒക്കെ ഒഴുകി വന്ന സമയത്ത് അതിൻ്റെ കൂടെ വന്നതാണ് ഈ സ്ട്രക്ചറെന്ന്. പിന്നീട് അത് പ്രൂവ് ചെയ്തു അത് അങ്ങനെയല്ല ഉണ്ടായതെന്ന്. അതുകൊണ്ട് ഇന്നും അറിയത്തില്ല ആർക്കും എങ്ങനെയാണ് ഈ സംഭവം ഇവിടെ വന്നതെന്ന്. കുറച്ച് പേര് വിശ്വസിക്കുന്നത് ഏലിയൻസ് കൊണ്ടുവന്നാണ്. അങ്ങനെ വേണമെങ്കിൽ വിശ്വസിക്കാം അല്ലേ, അല്ലെങ്കിൽ എങ്ങനെ കൊണ്ടുവരാനാ? നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ കവർ ചെയ്തു. സന്തോഷമായി, എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ, സന്തോഷത്തിലാണ്. ഇനിയിപ്പം ഭക്ഷണം കഴിക്കുന്നു, വീട്ടിൽ പോകുന്നു, അത്രയൊക്കെ തന്നെ ഉള്ളൂ. എൻ്റെ വീഡിയോ കണ്ടതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.